ടോമിൻ ജെ തച്ചങ്കരിയുടെ ജന്മദിനമായ ഇന്നലെ എല്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും ആഘോഷം സംഘടിപ്പിച്ചത് വിവാദമായ പശ്ചാത്തലത്തിലാണ് മന്ത്രി പരിശോധനയ്ക്ക് ഉത്തരവിട്ടത്. ജന്മദിനം ആഘോഷിക്കാൻ നിർദ്ദേശിച്ച് തച്ചങ്കരി എല്ലാ ഓഫീസുകളിലേക്കും കുറിപ്പും അയച്ചിരുന്നു. ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യമടക്കമുള്ള പരാമർശങ്ങളോടെയായിരുന്നു കുറിപ്പ്. ആഘോഷം മാധ്യമങ്ങൾ വന്ന സാഹചര്യത്തിൽ ഇക്കാര്യം സ്വാഭാവികമായി തന്നെ പരിശോധിക്കുമെന്ന് ചീഫ് സെക്രട്ടറി എസ്.എം. വിജയാനന്ദ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഡൽഹിയിലുള്ള മന്ത്രി എ.കെ. ശശീന്ദ്രൻ തിരിച്ചെത്തിയ ശേഷം നാളെ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. കുറിപ്പ് ചട്ടപ്രകാരമാണോ എന്നതാകും ചീഫ് സെക്രട്ടറി പരിശോധിക്കുക. എന്നാൽ ചട്ടമല്ല, ഔചിത്യത്തിന്റെ പ്രശ്നമാണ് ഇതിലുള്ളതെന്ന് ഭരണ ഉദ്യോഗസ്ഥലത്തിലുള്ളവർ ഒരേ സ്വരത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായി അറിയപ്പെടുന്ന തച്ചങ്കരിക്കെതിരെ പരസ്യവിമർശനം നടത്താൻ പക്ഷേ ആരും തയ്യാറല്ല. സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് സമ്മർദ്ദം ശക്തമായപ്പോഴാണ് പരിശോധനയ്ക്ക് ഉത്തരവിടാൻ മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർബന്ധിതനായത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജന്മദിനാഘോഷം വിവാദത്തിലാകുമ്പോൾ തച്ചങ്കരിയുടെ ജന്മദിനം സംബന്ധിച്ചും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ഇത് കേരള കേഡറിലെ IPS ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പട്ടികയാണ്. സംസ്ഥാനത്തെ എല്ലാ IPS ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ ഈ ബുക്ക്ലെറ്റിലുണ്ട്. ഇതിൽ 39ാമത്തെ പേരാണ് ടോമിൻ തച്ചങ്കരിയുടേത്. 1963 ജൂലൈ 29 തച്ചങ്കരിയുടെ ജന്മദിനമെന്നാണ് സംസ്ഥാന സർക്കാർ അംഗീകരിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പട്ടികയിലുള്ളത്. ഈ വിവരം കേന്ദ്ര സിവിൽ സർവീസ് വകുപ്പിൽ തച്ചങ്കരി തന്നെ നൽകിയ ഔദ്യോഗിക രേഖകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ജന്മദിനം ജൂലൈ 29 ഇന്നലത്തെ തച്ചങ്കരിയുടെ ജന്മദിനാഘോഷം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിലും കൗതുകമുണർത്തിയിരിക്കുകയാണ്. എന്നാൽ ചില നാളുകളുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇന്നലത്തെ തൻ്റെ ജന്മദിനാഘോഷമെന്നാണ് ടോമിൻ തച്ചങ്കരി വ്യക്തമാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഇതെന്താ ഈ കേരളത്തിൽ നടക്കുന്നത്? ഒരു ഉദ്യോഗസ്ഥൻ തന്റെ ബർത്ത്ഡേ കേക്കുകൾ കേരളം മുഴുവൻ മുറിക്കുന്നതാണ് നമ്മൾ ചാനലുകളിലൊക്കെ കണ്ടത്, മാധ്യമങ്ങളിലൂടെ കാണുന്നത്. എന്താ ടോമിൻ തച്ചങ്കരിക്ക് കൊമ്പുണ്ടോ? ഈ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലെല്ലാം അദ്ദേഹത്തിന്റെ ഈ ജന്മദിന കേക്ക് മുറിക്കാനെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പബ്ലിസിറ്റി ക്രേസ് ആയിരിക്കും അദ്ദേഹത്തോട് ഇതൊക്കെ ചെയ്യുന്നത്. അത് ചെയ്യാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഊളത്തരം കാണിച്ചുള്ള അന്തസ്സും ആഭിജാത്യം കെടുത്തുന്നു എന്നാണ് സത്യം. പക്ഷേ ഒരു വകുപ്പ് മന്ത്രിക്ക് ഇഷ്ടമില്ലാതെ വകുപ്പിൻ്റെ തലപ്പത്ത് ഒരു IAS IPS ഇരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് മുഖ്യമന്ത്രി അതേപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഞാനതിന് അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഓക്കെ.